ഹലോ അരുൺ, ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് ഫ്ലിക്സ് അഡ്വർടൈസ്മെന്റിന്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതെല്ലാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പൗസ് ചെയ്തിട്ട് നോക്കുക. എന്ന് പറയുമ്പോൾ ആഡ് സ്പെൻഡ് ആണ്. ആഡ് സ്പെൻഡ് എന്ന് പറയുമ്പോൾ 16,000 എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എസ്റ്റർഡേ. ഓക്കെ, എസ്റ്റർഡേ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നെ സെപ്റ്റംബർ 20 ലേറ്റസ്റ്റ് ആണത്. അപ്പം നമ്മുടെ ക്ലയന്റിന്റെ ആണ്. അപ്പോ സ്പെൻഡ് ഇത്രയും സ്പെൻഡ് ആയിട്ടുണ്ട്. അതിന്റെ റവന്യൂ കിട്ടിയെന്ന് വെച്ചാൽ 1,41,000 എമൗണ്ട് റവന്യൂ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ തന്നെ. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുവാണ്, ഇന്നലെ തന്നെ ഇത്ര ഒരു എമൗണ്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ ROE പറയുവാണെങ്കിൽ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പറയുവാണെങ്കിൽ 8.6. യൂണിറ്റ് സോൾഡ് ചെയ്തേക്കുന്നത് 526 യൂണിറ്റ് ആണ് സോൾഡ് ആയിരിക്കുന്നത് ഈ അഡ്വർടൈസ്മെന്റ് പ്രകാരം. കൺവേർഷൻ റേറ്റ് 3.4%, ക്ലിക്ക് 17.3K ആണ്. ക്ലിക്ക് ത്രൂ റേഷ്യോ 1.86 ആണ്. വ്യൂസ് വന്നിരിക്കുന്നത് 929 വ്യൂസും K വ്യൂസും വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് താഴത്തോട്ട് പോവാം. പിന്നെ വന്നിരിക്കുന്ന മെട്രിക്സ് ആണ്, കൺവേർഷൻ മെട്രിക്സ് ആണ്. വ്യൂസും ക്ലിക്സും തമ്മിലുള്ള മെട്രിക്സ് ആണ് ഇത് കാണിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഡേ മന്ത് വെച്ച് അഡ്ജസ്റ്റ് അത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. താഴത്തോട്ട് പോവാം. താഴത്തോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏത് ഡേറ്റിലാണ് ചെയ്തിരിക്കുന്നത്, എത്രയൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതില് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതില് CPCയും സ്മാർട്ട് ROEയും എന്ന് പറയുന്ന രണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ CPC നമ്മൾ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ അതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 11,000 രൂപയാണ്. ഓക്കെ, ഫുഡിൽ ന്യൂ ഐറ്റംസ് എന്ന് പറയുന്ന ഐറ്റമാണ്. അപ്പം അതിന്റെ കൺസ്യൂമിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇത്ര എമൗണ്ട് 11,000 ആണ്. അതില് വ്യൂസ് വന്നിരിക്കുന്നത് പിന്നെ 5,86,316 വ്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു 11,000 എമൗണ്ട് സ്പെൻഡ് ചെയ്തപ്പോൾ 5,000 വ്യൂസ് വന്നിട്ടുണ്ട്, അടുത്ത വ്യൂസ് വന്നിട്ടുണ്ട്. അതില് ക്ലിക്ക് ചെയ്തേക്കുന്നത് 7,744 ക്ലിക്സ് ആണ് വന്നേക്കുന്നത്. ഈ 5,000 വ്യൂസ് വന്നപ്പോൾ 7,744 ക്ലിക്സ് ആണ് അതിൽ വന്നിരിക്കുന്നത്. അതില് യൂണിറ്റ് സോൾഡ് ആയിരിക്കുന്നത് 208 ആണ്. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. കൺസ്യൂമർ ബഡ്ജറ്റ് 11,000, പിന്നെ വ്യൂസ് വന്നിരിക്കുന്നത് 5,86,316 വ്യൂസും, പിന്നെ ക്ലിക്സ് വന്നിരിക്കുന്നത് 7,744 ക്ലിക്സും ആണ് വന്നേക്കുന്നത്. ഇത്രയും ക്ലിക്സേ വന്നിട്ടുള്ളൂ. ഇതങ്ങനെയാണത്. പിന്നെ യൂണിറ്റ് സോൾഡ് 208 പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റവന്യൂ ആയിട്ട് ഇത് എത്ര കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത്. നമുക്ക് എത്ര സെയിൽസ് നടന്നു, എത്ര റവന്യൂ കിട്ടി എന്ന് വെച്ചാല് പിന്നെ 55,137 രൂപ നമുക്ക് റവന്യൂ ആയിട്ട് ഒരു ഇതിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ROE പറയുകയാണെങ്കിൽ 5.2. സ്മാർട്ട് ROE നോക്കുവാണെങ്കിൽ 15.49 ആണ്. എന്നുവെച്ചാൽ രണ്ട് ROE തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. എന്നുവെച്ചാൽ സ്മാർട്ട് ROE എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിനെ പുഷ് ചെയ്യുന്നതാണ് സ്മാർട്ട് ROE എന്ന് പറയുന്നത്. അതിൽ തന്നെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ 59,105. മറ്റേ ബഡ്ജറ്റ് 11,000 ഉള്ളായിരുന്നു. ഇത് 60,000 രൂപയ്ക്ക് അടുത്ത് ബഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, ഇത് നല്ല വ്യത്യാസമുണ്ട്. 4,000 വ്യത്യാസം ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് വ്യൂസ് എന്തായാലും കിട്ടുന്നതാണല്ലോ അല്ലെ. അപ്പം വ്യൂസ് നോക്കുവാണെങ്കിൽ വ്യൂസ് ഇപ്പോ നമുക്ക് 43 ലക്ഷം വ്യൂസ് ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എവിടെ കടയിട്ടാലും ഇത്രയും ഫിസിക്കലായിട്ട് കടയിട്ടാലും ഇത്രയും വ്യൂസ് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, ആദ്യം നിങ്ങളെ ചിന്തിക്കുക. എന്ന് വെച്ചാൽ ഇന്നലെ തന്നെ 43 ലക്ഷം പേരാണ് ഇന്നലെ തന്നെ ഒറ്റയടിക്ക് കണ്ടത്. ഓക്കെ, അതില് പറയുവാണെങ്കിൽ ഇത് ഇന്നലെ തന്നെയല്ല, ഇത്
ഒരു നിശ്ചിതമായിട്ടുള്ള മന്തിലെ ക്യാമ്പയിൻസ് ആണ്. ഈ ക്യാമ്പയിൻസ് ക്ലോസ് ചെയ്യുമ്പോൾ ഇത്രയാണ് കാണിക്കുക. അപ്പം ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തപ്പോൾ ഇത്ര ആൾക്കാർ കണ്ടു. അതിൽ ക്ലിക്സ് വന്നിരിക്കുന്നത് 78,485. അതില് യൂണിറ്റ് സോൾഡ് ആയിരിക്കുന്നത് 3,751 യൂണിറ്റ് ആണ് സോൾഡ് ആയിരിക്കുന്നത്. മറ്റേതില് 208 സോൾഡ് ആയിട്ടുള്ളൂ. ഇതിൽ 3,751 സോൾഡ് ആയിട്ടുണ്ട്. അതില് റവന്യൂ വന്നിരിക്കുന്നത് പിന്നെ 91 ലക്ഷം റവന്യൂ ആ ഒരു ആ ഉം. അത്രയും എന്നുവെച്ചാൽ 9,11,167 രൂപയാണ് റവന്യൂ വന്നിരിക്കുന്നത്. സോറി കേട്ടോ. ഇതില് 55,137, ഇതിൽ 9 ലക്ഷത്തി അടുത്ത് റവന്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ചെറിയ ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പം ഇത്രയാണ് CPC-യിലും സ്മാർട്ട് ROയിലും അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടുതലും സ്മാർട്ട് ROI ആദ്യം CPC ചെയ്തിട്ട് പിന്നെ സ്മാർട്ട് ROI ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് റീച്ച് കിട്ടും. എന്നുവെച്ചാൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതില് പിന്നെ നിങ്ങളെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇതൊക്കെ വളരെ ലോ റേഞ്ചിലുള്ള പ്രൈസിലാണ് ഇത് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതൊരു കാര്യമാണ്. എന്നുവെച്ചാല് അങ്ങനെയാണ് അവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ചെരുപ്പിന്റെ ഒക്കെ ഫുട്വെയറിന്റെ പരിപാടിയാണ് ഇവര് ചെയ്യുന്നത്. അപ്പം എക്സ്പെക്റ്റഡ് ROI എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഡീറ്റെയിൽ അപ്പോൾ ഇതിലൂടെ നമുക്ക് സെയിൽസ് കിട്ടും എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മുടെ പല ക്ലയൻസും ഇപ്പൊ തുടങ്ങിയിട്ടില്ല. ഇത് 4 വർഷത്തോളമായി ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് 4 വർഷത്തിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.